നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഓണം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഓട്ടം തുടങ്ങാം. മറ്റൊന്നുമല്ല, സംസ്ഥാനത്ത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരുന്ന ഇലക്ട്രോണിക് KYC റേഷൻ കാർഡ് ഉടമകൾ റേഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ഇനി ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട ആ ഇലക്ട്രോണിക് KYC വീണ്ടും പുനരാരംഭിക്കുകയാണ്. അതിൻ്റെ തീയതികൾ ഉൾപ്പെടെ ഇപ്പോൾ ഏകദേശ തീരുമാനം വന്നിട്ടുണ്ട്. ഓണം കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഇലക്ട്രോണിക് KYC അഥവാ മസ്റ്ററിംഗ് ക്യാമ്പുകൾ ആരംഭിക്കും. അതായത് പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിംഗ് ചെയ്യുന്നത് പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയല്ല ഇത് ചെയ്യേണ്ടത്. നമ്മളുടെ സംസ്ഥാനത്തുടനീളമുള്ള റേഷൻ കടകൾ വഴിയും, അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സ്കൂളുകൾ, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന ഓഡിറ്റോറിയങ്ങൾ, അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങൾ, ഇവിടെയെല്ലാം തന്നെ ഇതിനുവേണ്ടി പ്രത്യേക ക്യാമ്പുകൾ കൂടി സംഘടിപ്പിക്കും. വീട്ടിൽ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും ഇത് ചെയ്യേണ്ടതും ആവശ്യമാണ്. അല്ലാത്ത പക്ഷം അവരുടെ ഭക്ഷ്യവിഹിതം പിന്നീട് കുറവ് വരികയും ചെയ്യും. നമുക്കറിയാം, ഇന്ന് 1 കിലോ അരി വാങ്ങണമെങ്കിൽ 55-60 രൂപ നമ്മൾ പൊതുവിപണിയിൽ മുടക്കേണ്ടതായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ സൗജന്യ നിരക്കിൽ വിതരണം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ, ഗുണമേന്മയുള്ള അരി ഉൾപ്പെടെ നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ മസ്റ്ററിംഗ് നടത്തുന്നത് AY മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്കും, അതോടൊപ്പം തന്നെ PHH കാർഡുകൾ, പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്, നമ്മളുടെ BPL എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാർഡുകളുമാണ്. റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ്. കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പെൻഷൻ പദ്ധതി പോലെ തന്നെ, അവരുടെ മസ്റ്ററിംഗ് പോലെ തന്നെ വയ്യാഴിക ഉള്ളവരുടെ പക്കലേക്ക് ഉദ്യോഗസ്ഥർ എത്തി ഇത് നിർവഹിക്കുന്ന ഒരു സംവിധാനം കൂടി ഈ പ്രാവശ്യം നടപ്പിലാക്കും. പക്ഷെ അത് ഏറ്റവും ഒടുവിലായിട്ട് മാത്രമേ കാണുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ എല്ലാവരും തന്നെ നേരിട്ടെത്തി ചെയ്യുന്ന രീതിയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, മുൻപ് സെർവറിനൊക്കെ ഒരുപാട് തകരാറുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ശേഷിയൊക്കെ വർദ്ധിപ്പിച്ച് കൂടുതൽ കാര്യക്ഷമതയാർന്ന രീതിയിലാണ് ഈ പ്രാവശ്യത്തെ ഇലക്ട്രോണിക് KYC മസ്റ്ററിംഗ് നടത്തപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന AY മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾ, BPL റേഷൻ കാർഡുകൾക്ക് പങ്കെടുക്കാം. അതിനുശേഷമായിരിക്കും APL വിഭാഗങ്ങൾക്ക് ഒരുപക്ഷെ നടത്തപ്പെടുക. അവരുടെ തീയതികൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള വിഭാഗങ്ങൾക്കാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അതുമാത്രമല്ല, സെപ്റ്റംബർ മാസം 18-ാം തീയതി ആരംഭിച്ച് ഒക്ടോബർ മാസം 8-ാം തീയതിയോടൊക്കെ അവസാനിക്കുന്ന രീതിയിലാണ്. തീയതികൾ പിന്നീട് നീട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളുടെ നാട്ടിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ആ സമയത്ത് അതായത് ഇവിടെ എത്തിച്ചേർന്നത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന സർക്കാർ ഈ പ്രക്രിയ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ നടത്തുന്ന ഈ പ്രക്രിയ പരിപൂർണമായിട്ട് സൗജന്യമാണ്. ഒരു തുക പോലും കൊടുക്കേണ്ട. നമ്മളുടെ ആധാറും റേഷൻ കാർഡും ഇത് ചെയ്യാൻ പോകുന്നവരെല്ലാം കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് പോകുന്നതിനൊക്കെ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സമയം നോക്കി ഏതെങ്കിലുമൊക്കെ സമയത്ത് ഒരുമിച്ച് എത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എത്തുന്നതിനും തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കണം. തിരുവനന്തപുരം ജില്ലയിൽ സെപ്റ്റംബർ മാസം 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെയുള്ള ഒരു ക്രമീകരണമുണ്ട്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെയുള്ള തീയതികളാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഒക്ടോബർ മാസം 3-ാം തീയതി മുതൽ 8-ാം തീയതി വരെ. ഈ പ്രത്യേക സമയക്രമീകരണം ആവിഷ്കരിച്ചിട്ടുള്ളത് മറ്റ് തടസ്സങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. ഇതിലും ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ച ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തിട്ടുള്ളത്. അറിയിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുക. മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.